നെന്മാറ ഒലിപ്പാറ റോഡിന്റെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ജൂലൈ 1 കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഹിയറിംഗിൽ ചീഫ് എഞ്ചിനീയർ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാവും ഇനി മുൻപോട്ടുള്ള കാര്യങ്ങളെന്ന് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ അറിയിച്ചു. നെന്മാറ ഒലിപ്പാറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനുണ്ടായ കാരണങ്ങൾ അടിയന്തരമായി പരിശോധിക്കണമെന്നും കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ ഈ റോഡിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനും അവിടെ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പ്രക്ഷോഭത്തിൻ്റെ പാതയിലായി ഏറെ വർഷങ്ങൾ തന്നെ ആയി എന്ന് പറയാം. അതുകൊണ്ട് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് അറിയിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട അംഗം നെന്മാറ അംഗം പ്രേമൻ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു. സാർ, അവിടെ ഈ പ്രവർത്തിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൈറ്റ് 2/8/2023 കരാറുകാരന് കൈമാറിയതാണ്. ഒരു വർഷത്തെ കാലാവധിക്ക് വെച്ചിട്ട് ഇതിൽ 11 കിലോമീറ്ററാണ് ഈ റോഡ്. 3 കിലോമീറ്റർ റോഡ് BM ചെയ്തിട്ട് പൂർത്തീകരിച്ചു. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം ആണ് ഇതിന് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലാവധി പേയോടുകൂടി 15/9/2025 വരെ നീട്ടി നൽകി. 2 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ കരാറിൻ്റെ കാലാവധി നീട്ടി നൽകിയിട്ടും അദ്ദേഹം ഒരു വർക്കും അവിടെ ചെയ്തില്ല. അതാണ് ആ വർക്കിന് ഇത്രയധികം താമസം ഉണ്ടാകാൻ. അപ്പോൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്ത് ചെയ്തു? ദേശീയപാത നോർത്ത് സർക്കിൾ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു. ടെർമിനേറ്റ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തപ്പം അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഹൈക്കോടതി എന്ത് പറഞ്ഞു? കരാറുകാരൻ്റെ ഹിയറിംഗ് ഒരു മാസത്തിനുള്ളിൽ നടത്തി അതിന് നടപടി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. 1/7/2000 ജൂലൈ 1 ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം ഉണ്ടാവും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിച്ച് എത്രയും വേഗം അതിനുള്ള നടപടികൾ ഉണ്ടാവും. കെ. പ്രേമൻ MLAയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രിയുടെ വിശദീകരണം. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഇപ്പോഴത്തെ നിലപാടും ആശാവഹമെന്ന് ആക്ഷൻ കമ്മിറ്റിയും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം MLA വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്ത പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ ഹിയറിംഗ് നടത്തുന്ന ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകണമെന്ന് MLAയോടും പ്രദേശത്തുള്ള മറ്റ് ജനപ്രതിനിധികളോടും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ പോലും പാലിക്കാത്ത കരാറുകാരന് ഇനിയും സമയം നീട്ടി നൽകി ജനങ്ങളെ ദുരിതത്തിലാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇദ്ദേഹത്തെക്കൊണ്ട് ഈ റോഡിൽ ഇനി പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. വർഷങ്ങളായി പല കാരണങ്ങളാൽ റോഡിന്റെ പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.